കൂട്ടുകാരെ, ഇന്ന് സി ബാൻഡ് ഉപഭോക്താക്കൾക്ക് അഥവാ ഹോം ഡിഷ് ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. DTHൻ്റെയും IPTVയുടെയും കാലത്തും സി ബാൻഡ് ഉപഭോക്താക്കൾ അത് തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, മഴ പെയ്താലും കാലാവസ്ഥ വ്യത്യാസം വന്നാലും ഒന്നും ഈ സി ബാൻഡിൽ ചാനലുകൾ കട്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കാൻ കാരണം. ഇന്ന് നമുക്ക് പഴയ സി ബാൻഡ് ഡിഷ് ആൻറ്റിനകൾ ഒരുപാട് ആളുകൾ കംപ്ലൈൻ്റ് ആയത് കാരണം ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. ഈ സി ബാൻഡ് ഡിഷ് ആൻറ്റിനകളുടെ ഫോക്കൽ പൈപ്പാണ് പ്രധാനമായും കംപ്ലൈൻ്റ് ആവാറുള്ളത്. ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്ന 10 അടിയുടെ ഈ അലുമിനിയം ഡിഷിൻ്റെ ഫോക്കൽ പൈപ്പ് പോയതാണ്. ഞാൻ പിന്നീട് 3 ഫോക്കൽ പൈപ്പ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണാം. ഇത് സെൻറ്റർ ഫോക്കസ് ആയിരുന്നു ഇതിൻ്റെ ഫോക്കൽ പൈപ്പ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ 3 ഫോക്കൽ പൈപ്പ് വെച്ചിട്ടാണ് സ്കാലറിങ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്താണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങളും 10 അടി ഡിഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോക്കൽ പൈപ്പ് എത്ര നീളം എടുക്കണമെന്ന് വീഡിയോയിൽ കാണിക്കുന്നു. ഇതോടൊപ്പം 6 അടി ഡിഷിൻ്റെ ഫോക്കൽ പൈപ്പും കാണിക്കുന്നുണ്ട്. ഇത് ഞാനിന്ന് എടുത്തിട്ടുള്ളത് 164 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 3 പൈപ്പുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന സമയത്ത് ഒരു ലെങ്ത്ത് പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 3 ഫോക്കൽ പൈപ്പും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇങ്ങനെ 164ൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൂ സെറ്റ് ചെയ്യേണ്ടത്, ടൈറ്റ് ആക്കേണ്ടത്, ഞാനിന്ന് ടൈറ്റ് ആക്കിയിട്ടുള്ളത് 156 സെൻറ്റിമീറ്ററിലാണ് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പല ഡിഷിനും പല അളവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. എന്തായാലും 165 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഞാൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ 10 അടി ഡിഷിൻ്റെ ഫോക്കൽ പൈപ്പ് ഒന്ന് കാണിക്കാം. ഞാൻ ആദ്യം ചെയ്തത് സക്സസ് ആയത് കാരണം പിന്നീട് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പൈപ്പ് ലെങ്ത്ത് വാങ്ങി അതിൽ 45 ഡിഗ്രിയിൽ ഹോളിട്ടിട്ട് ചെരിച്ച് ഹോളിട്ടിട്ട് ഇതുപോലെ റിപ്സിലേക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ നീളം ഒന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ഏകദേശം ഇതിൻ്റെ നീളം അറിയുമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലാതെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് ഇതുപോലെയും ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് രീതി ആയത് കാരണമാണ് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതും ഇതുപോലെ ഒരു ലെങ്ത്ത് പൈപ്പ് എടുത്തിട്ടാണ് ചെയ്തത്. ആദ്യത്തെ ഡിഷ് കാണിച്ചതിൽ ഞാൻ സ്റ്റീലിൻ്റെ പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത് എടുത്തത് GI പൈപ്പാണ്. ഇത് 166 സെൻറ്റിമീറ്ററിൻ്റെ 3 പൈപ്പാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 166 കട്ട് ചെയ്തതിൽ 157 ഞാൻ സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ടുള്ളത്. 157 സ്ക്രൂ ടൈറ്റ് ആക്കുന്ന മാർക്ക് ചെയ്തുകൊണ്ട് അവിടെ ഹോൾ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നമുക്ക് സ്കാലറിങ് ഫിറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം അടിച്ച് പരത്തിയിട്ട് 2 സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടി ഹോൾ ഇട്ടാൽ മതി. ഇനി നമുക്ക് 6 ഫീറ്റ് ഡിഷ് ആൻറ്റിനയുടെ ഫോക്കൽ പൈപ്പും ഒന്ന് ചെക്ക് ചെയ്യാം. കേരളത്തിൽ ഒരുപാട് ആളുകളും മിക്ക ആളുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നത്, പഴയ ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് 6 ഫീറ്റാണ്. 6 ഫീറ്റ് ഡിഷേ നിലവിൽ ആളുകളുടെ കയ്യിലുള്ളൂ. അപ്പോൾ 6 ഫീറ്റിൻ്റെ ഫോക്കൽ പൈപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ ലെങ്ത്തും ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന 6 ഫീറ്റിൻ്റെ ഫോക്കൽ പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 99 സെൻറ്റിമീറ്ററാണ്. ഇനി കുഴി കുറവുള്ള പരന്നിട്ടുള്ള ഡിഷാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ വരെ എടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് കാണിക്കുന്നത് 99 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് 98ലാണ് സ്ക്രൂ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അളവുകളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.